മാത്യു തോമസിന്റെ നായികയായി ഈച്ചയിലെത്തുന്ന 3D ചിത്രം ലൗലിയുടെ ടീസർ പുറത്ത്. ചിത്രം ഏപ്രിൽ 4-ന് തിയേറ്ററുകളിലെത്തും. ദിലീഷ് കരുണാകരൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വൈറലായിരുന്നു. വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രമായ സുമതി വളവിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായി. ചിത്രം മെയ് 8-ന് തിയേറ്ററുകളിലെത്തുമെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു. മാർച്ച് 7-ന് രാത്രി പാലക്കാട് വെച്ചാണ് ഷൂട്ടിന് പാക്കപ്പായത്. ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സിനിമയുടെ തിരക്കഥാകൃത്തായ അഭിലാഷ് പിള്ളയാണ് ഇക്കാര്യം അറിയിച്ചത്. നാട്യധർമ്മി ക്രിയേഷന്റെ ബാനറിൽ AK കുഞ്ഞിരാമ പണിക്കർ കഥ, തിരക്കഥ, സംഭാഷണം എഴുതി സംവിധാനം ചെയ്യുന്ന അത്തനെ ഉദയ ഏപ്രിൽ 18-ന് തിയേറ്ററുകളിലെത്തും. കാസർഗോഡ് തൃക്കരിപ്പൂരിലെ നാടക കലാകാരന്മാർക്ക് പ്രാധാന്യം നൽകിയാണ് ചിത്രം ഒരുക്കുന്നത്. IIFA ഡിജിറ്റൽ അവാർഡ് 2025 പ്രഖ്യാപിച്ചു. ചലച്ചിത്ര നിർമ്മാതാവ് ഇംതാസ് അലിയുടെ നെറ്റ്ഫ്ലിക്സ് ചിത്രം അമർ സിംഗ് ചംകില മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രൈം വീഡിയോയുടെ പഞ്ചായത്ത് 3-ാം സീസൺ മികച്ച പരമ്പരയായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഹരീഷ് പേരടി നിർമ്മിക്കുന്ന ദാസേട്ടന്റെ സൈക്കിൾ എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസ് ചെയ്തു. അഖിൽ കാവുങ്ങൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം മാർച്ച് 14-ന് പ്രദർശനത്തിനെത്തും. ഹരീഷ് പേരടി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സിനിമയിൽ വൈദി പേരടി, അഞ്ജന അപ്പുക്കുട്ടൻ തുടങ്ങിയവർ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. ബേസിൽ ജോസഫിനെ നായകനാക്കി നവാഗതനായ ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്ത പൊന്മാൻ 50 ദിവസം പിന്നിട്ടു. അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത് നിർമ്മിച്ച ചിത്രം GR ഇന്ദുഗോപന്റെ 4-5 ചെറുപ്പക്കാർ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ്. GR ഇന്ദുഗോപൻ, ജസ്റ്റിൻ മാത്യു എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. വൈനോഡ് പ്രൊഡക്ഷൻ മേധാവി ശശികാന്ത് സംവിധാനം ചെയ്യുന്ന ചിത്രം ദ ടെസ്റ്റിന്റെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചു. നയൻതാര, മാധവൻ, സിദ്ധാർത്ഥ്, മീര ജാസ്മിൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രം ഏപ്രിൽ 4-ന് പുറത്തിറങ്ങും. ചിത്രം OTT-യിൽ നേരിട്ട് റിലീസ് ചെയ്യുകയാണ്. ഫ്രൈഡേ ഫിലിം ഹൗസ് അവതരിപ്പിക്കുന്ന പുതിയ ചിത്രം കാലന്റെ തങ്കക്കുടത്തിന്റെ തുടക്കം കുറിച്ചു. ഇന്ദ്രജിത് സുകുമാരൻ, അൽത്താഫ് സലീം, ഇന്ദ്രൻസ്, രമേശ് പിഷാരടി തുടങ്ങിയവർ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നു. ഡയറക്ടർ നിതീഷ് KTR-ന്റെ കോമിക് ബർത്ത്ഡേ പോസ്റ്റിലൂടെയാണ് ചിത്രത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്.